5 മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കില്ലേ വി മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടം മണ്ഡലം? തർക്കമില്ലല്ലോ ഹാഷ്മിക്ക് ഇതിൽ. ഉണ്ടോ? എൻഡിയുടെ സ്റ്റാർ മണ്ഡലങ്ങൾ 5 എണ്ണം, കഴക്കൂട്ടം ഉണ്ടോ ഇതിൽ? ഹാഷ്മി പറയൂ, ഉണ്ടോ? അല്ല ഹാഷ്മി പറയൂ, വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അല്ല ഹാഷ്മി പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ കഴക്കൂട്ടം ഉണ്ടോ? അസിതയുടെ വാദം പറഞ്ഞു പൂർത്തിയാക്കും, അത് ഞാൻ മറുപടി പറയാം. അല്ല ഹാഷ്മി ഇത് നമ്മുടെ എൻകൗണ്ടർ ചർച്ച ഒന്നുമല്ലോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അസിതയുടെ വാദം പറഞ്ഞു പൂർത്തിയാക്കും, ഞാൻ പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ ഹാഷ്മി പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ കഴക്കൂട്ടം ഒന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ ധാരണ. അങ്ങനെയൊക്കെ വഴിയില്ല. വി മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നത്. അവർ ഗ്രാജുവലി വോട്ട് ഉയർത്തിയ മണ്ഡലമാണത്. അവിടെ ആരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ആരാണ്? എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു മറവി. അവിടെ ആരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ആരാണ്? ശക്തനായ സ്ഥാനാർത്ഥിയാണോ? ആണോ? ഹാഷ്മിക്ക് ഇപ്പോൾ പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ പേര്? ഇപ്പോൾ പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ പേര്? ഹാഷ്മിക്ക് ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പേര് ഓർമ്മ വരുന്നു. അപ്പോൾ അത്രയും സ്ഥാനാർത്ഥികളെയാണ് ഹാഷ്മി. അപ്പോൾ ഞാൻ അത്രേ പറഞ്ഞോളൂ. കിടന്ന പാമ്പിനെടുത്ത് എവിടെയോ വെച്ചതുപോലെ ആയല്ലോ വല്യേട്ടാ. ബിജെപി അതിശക്തമായി ചോദ്യം ചോദിച്ച ഹാഷ്മി എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റോ ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ പെണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് മണ്ഡലങ്ങളുണ്ടല്ലോ, ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നത് കൂടി ഈ ചർച്ചയുടെ ഭാഗമായി വരണം എന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അയ്യോ, കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണല്ലോ സർക്കസ് മാനേരോ. ഇവിടെ ഈ തവണ ബി ജെ പി സ്ഥാനാർത്ഥികൾ ബിജെപി രാഷ്ട്രീയമായി കോൺഗ്രസിനെ സഹായിക്കുന്ന ഒന്നും ചെയ്യില്ല. അതിന് കാരണം അവരുടെ താല്പര്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്, കോൺഗ്രസ് മുക്ത കേരളമാണ്. സിമ്പിൾ. അത് ശരിയാ, അത് ശരിയാ. എന്ത് ശരി? ഇതൊന്നും നടക്കണ കാര്യമല്ല. എങ്ങനെ നടക്കും? അത് ശരിയാ. ഏത് ശരി? നീ ഏതെങ്കിലും ഒന്ന് പറ. അല്ല, ഗോവിന്ദൻകുട്ടി പറയുന്നതാ ശരി, പക്ഷെ മഹാദേവൻ പറയുന്നതാ ശരി. അല്ല ഗോപികൃഷ്ണൻ, എനിക്ക് 10 മിനിറ്റ് എനിക്ക് റെസ്റ്റ് വേണം. എന്റെ തല പെരുക്കുന്നു. അവിടെ എവിടെങ്കിലും പോയിരിക്കണോ? വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. തൽക്കാലം ഇത്രയും മതി.